L2. Hello my dear children, how are you all? Safe at home? ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരികയാണ് അല്ലേ? ഈ ഇടയ്ക്കുള്ള സമയം നിങ്ങൾ എന്തൊക്കെ ചെയ്തു വീട്ടിലിരുന്ന്? റീഡിംഗ് സ്റ്റോറീസ്, then playing indoor games with your siblings, doing paper craft work? Very good. Now tell me friends, did you enjoy these days? Are you happy now? No? Why? Yes. ഈ വർഷമെങ്കിലും കൂട്ടുകാരെയൊക്കെ കാണാമെന്ന് നിങ്ങൾ കരുതിയല്ലേ? പക്ഷേ വീണ്ടും നമ്മൾ അടുത്ത ഓൺലൈൻ ക്ലാസ്സിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുകയാണ്. ആ ഒരു വിഷമം നിങ്ങൾക്ക് ഉറപ്പായും ഉണ്ട്. ടീച്ചറിനും അറിയാം അത്. Right now, I am taking the opportunity to welcome you all to the readiness class. Do you know what is readiness class? Yes, brushing up your discourses that you practiced last year. This readiness class will help you to brush up your memories that you practiced last year. So, are you ready my dear ones? Good. മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ചിത്രം നിങ്ങൾ വരയ്ക്കുകയും ചെയ്യും വളരെ മനോഹരമായി തന്നെ. ഇന്ന് നിങ്ങളെ ഞാനൊരു ചിത്രം കാണിക്കാൻ പോവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു ചിത്രം. ഒന്ന് കണ്ടു നോക്കിയാലോ? How is this picture my dear? Is it beautiful? Yes. Can you recall which is this picture? Very good. It is the picture from the Pingala story. Do you remember Pingala? Very good. Now you have a task. Tell me, what do you see in this picture? Yes? Birds? Very good. Squirrel? Yes. Then there is a boy watering plants. Now, can you tell me what is your task? നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ ടാസ്ക് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? അതെ, ആ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നോ അതെല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും ഇല്ലേ? പിന്നെ എന്താ ചെയ്യുക? അതിനെ സെൻറ്റൻസ് ആക്കും. സെൻറ്റൻസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആ എഴുതുന്ന സെൻറ്റൻസുകൾക്കെല്ലാം ഒരു വൈവിധ്യം വേണം. യെസ്, വെറൈറ്റി ഓഫ് സെൻറ്റൻസസ്. സെൻറ്റൻസിലെ വൈവിധ്യം ആ ഡിസ്ക്രിപ്ഷനെ മനോഹരമാക്കും. Then, one thing you have to keep in mind is of punctuations. എന്താ ഈ punctuations എന്ന് പറയുമ്പോൾ? അതെ, you have to begin a sentence with capital letter and when you end a sentence, put a full stop there. ഇതൊക്കെയും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി രണ്ട് കൂട്ടുകാർ എഴുതിയ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് നോക്കിയാലോ? This is a garden. There is tree in the garden. There are beautiful flowers in the garden. There is a cat and squirrel in the picture. There are butterfly in the flower. A boy is watering the plants. Two birds are sitting on the tree. Beautiful garden. This is the picture of a beautiful garden. There are so many flowers of different colors. Butterflies are flying around the flowers and collecting nectars. At the corner of the garden, there is a tree. Two birds are sitting on the branches of the tree and we can see a squirrel in the nearby branch. There is a cat playing under the tree.
A boy is watering the plants and taking care of the garden. നോക്കൂ കൂട്ടുകാരെ, നിങ്ങളുടെ തന്നെ കൂട്ടുകാരെഴുതിയ ഡിസ്ക്രിപ്ഷനാണ്. ഒന്ന് വായിച്ചു നോക്കൂ. ഇനി പറയൂ, ഇതിൽ ഏത് ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? അതെ, രണ്ടാമത് എഴുതിയ ഡിസ്ക്രിപ്ഷൻ അല്ലേ? എന്താ അത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആദ്യത്തെ ഡിസ്ക്രിപ്ഷന് എന്തായിരുന്നു പോരായ്മ? എഴുതിയിട്ടുണ്ട്, പക്ഷേ കണ്ട കാര്യങ്ങൾ അതുപോലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആയിപ്പോയി, ഇല്ലേ? രണ്ടാമത്തെയോ? യെസ്, ഇറ്റ് ഈസ് വെരി നൈസ്. യെസ്, ദർ ഇസ് വെറൈറ്റി ഇൻ സെൻറ്റൻസസ്. വി ലവ് റീഡിങ് ഇറ്റ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ചിത്രം കണ്ട അതേ മനോഹാരിത തോന്നുന്നില്ലേ? Now my dear ones, will you try to write your version? Good. So friends, now we have gone through one activity. What is it? Yes, picture description. Now I think you all are clear how to write a picture description. ഇനി നമുക്ക് രസകരമായ മറ്റെന്തിലെങ്കിലും പോയാലോ? കഥ കേട്ടാൽ എങ്ങനെയിരിക്കും? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ കഥകൾ കേൾക്കാൻ? So, we can start with a story. Before going to the story, let us find out who are the characters of the story. Yes, look at this picture. What do you see here? 3 pots. So, these 3 pots are the characters of a story. So, let us begin with the story. Once there lived a pot maker named Murari in a village called Mahadevipur. He used to make pots, sell it in the market, and he raised his family with the money he earned. In his home there were 3 pots. Once there lived a pot maker, Murari, in a village called Mahadevipur. He would make pots, sell in the market, and with the earnings, he raised his family. നിങ്ങൾ അതിശയിക്കുന്നുണ്ടാവും അല്ലേ? പോട്ട് മേക്കറുടെ വീട്ടിൽ 3 കലങ്ങളോ? അതെന്താ അങ്ങനെ എന്ന് ഇല്ലേ? എന്തിനാവും വീട്ടിൽ പോട്ട്സ്? നിങ്ങളുടെ വീട്ടിലുണ്ടോ പോട്ട്സ്? യെസ്, we use these pots to prepare food. അതുപോലെ തന്നെ പോട്ട് മേക്കറുടെ വീട്ടിലും 3 പോട്ട് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി കഥയിലേക്ക് കടന്നാലോ? യെസ്, one day these 3 pots had a talk among themselves. The first pot said, "We have been friends for a very long time. I wish we will be together forever." The second pot said, "Yes, I too wish so, my dear." Then what will be the opinion of the third pot? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മൂന്നാമത്തെ പോട്ടിൻ്റെയും അഭിപ്രായം ഇത് തന്നെ ആയിരിക്കുമോ? മൂന്നാമത്തെ പോട്ടിനും ഒരുമിച്ച് കഴിയാൻ തന്നെയാണോ താല്പര്യം? ഒന്ന് നോക്കാം അല്ലേ? But I don't wish to live here anymore, the third pot said. How long will be here in a poor family? I wish someone take me away from here. We have been friends for a long time. I wish we would live together forever. I wish the same, dear friend. But I don't wish to live here anymore. How long will we live here in a poor family like this? I wish someone to take me from here. Hearing this, what will be the feelings of the other 2 pots? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒരു സുഹൃത്താണ് ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുമായിരുന്നു? വല്ലാതെ വിഷമം തോന്നും ഇല്ലേ? നമ്മുടെ ഈ 2 പോട്ടിനും അതുപോലെ തന്നെ വല്ലാതെ വിഷമം തോന്നി. എങ്കിലും ഈ ഒരു അവസ്ഥ എപ്പോഴെങ്കിലും മൂന്നാമത്തെ പോട്ടിന് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? വിൽ ദ തേർഡ് പോട്ട്സ് വിഷ് കം ട്രൂ?
let us see. The next day, a rich man came to the pot maker and he asked for a good pot. Do you know what the pot maker replied? The pot maker said, "Sir, I make only good pots and all are new." Then the rich man said, "But I want only an old one." The pot maker was amazed. നിങ്ങൾക്കും തോന്നുന്നില്ലേ അത്ഭുതം? എന്തിനാണ് പഴയ പോട്ട്? നമ്മൾ സാധാരണ പുതിയ പോട്ടല്ലേ വാങ്ങാൻ പോകാറുള്ളൂ. Now the pot maker asked, "Sir, why do you want an old one? I have only new one here." Then the rich man said, "Old pots are stronger." What did the pot maker do then? Yes, he took the rich man to his home. There, at his home, there are 3 pots. Now friends, what do you think? ഈ റിച്ച് മാൻ നമ്മുടെ തേർഡ് പോട്ടിനെ തന്നെ സെലക്ട് ചെയ്യുമോ? നോക്കാം അല്ലേ? Now, the rich man selected the third pot. The pot was very happy. What about the other 2? Yes, they were very sad. നിങ്ങൾക്കും അങ്ങനെയല്ലേ? കൂട്ടുകാർ നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ വല്ലാതെ വിഷമം തോന്നാറില്ലേ? അതുപോലെ തന്നെ ഇവിടെയും മൂന്നാമത്തെ പോട്ട് റിച്ച് മാൻ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ മറ്റ് 2 പോട്ടിനും വിഷമമായി. The rich man paid for the old pot and took the third pot along with him. The third pot was very happy. Next day, a rich man arrived to the pot maker. He asked for an old pot. The pot maker took him to his home. The rich man selected the third pot as it wished and took it home. പോകുന്നതിന് മുന്നേ ഈ 3 കൂട്ടുകാരും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായി കാണത്തില്ലേ? ഇല്ലേ? ഒരു യാത്ര പറച്ചിൽ. എന്തായിരിക്കും അവരുടെ യാത്ര പറച്ചിൽ? നമുക്കൊന്ന് നോക്കിയാലോ? So friends, you have to prepare the possible conversation among the 3 pots. നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് മനസ്സിലായ കൂട്ടുകാരെ? ഈ 3 പോട്ട്സും തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? Conversations are familiar to you. Last year, we have practiced a handful of conversations. Do you remember? കഴിഞ്ഞ വർഷം നമ്മൾ കോൺവെർസേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? Now, do you remember Pingala, the boy who was crowned by the king? Yes, there was a conversation between Pingala's father and the king's messenger. നിങ്ങൾ ഓർക്കുന്നില്ലേ പിംഗളെ? രാജാവ് കിരീടാവകാശിയാക്കിയ ആ കുട്ടി? യെസ്, അവിടെ ഒരു കോൺവെർസേഷനും നിങ്ങൾ എഴുതിയിരുന്നു. പിംഗളയുടെ ഫാദറും അതുപോലെ തന്നെ രാജാവ് അയച്ച മെസ്സഞ്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ. വേറെയും ഒരു കോൺവെർസേഷൻ നിങ്ങൾ എഴുതി. ഏതാണ്? Do you remember the conversation between the lost child and the man who helped the boy? ഓർക്കുന്നില്ലേ? മാതാപിതാക്കളിൽ നിന്ന് വിട്ടുപോയ ഒരു കുട്ടിയുടെ കഥ. അവിടെയും ഒരു കോൺവെർസേഷൻ നമ്മൾ എഴുതിയിരുന്നു. ഓർക്കുന്നോ? വേറെ ഏതാണ് പിന്നെ എഴുതിയ ഒരു കോൺവെർസേഷൻ? മിസ്റ്റർ ബൂട്ടും ഷൂ മേക്കറും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ കൂട്ടുകാരെ, കോൺവെർസേഷൻ എഴുതാൻ നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഈ 3 പോട്ട് തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ? എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറയാം. കോൺവെർസേഷൻ എഴുതുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ് ടു ദ സിറ്റുവേഷൻ. ആ സാഹചര്യത്തിന് അനുയോജ്യമായി തന്നെ കോൺവെർസേഷൻ പോകണം. പിന്നെ ഏറ്റവും പ്രധാനം അതിൻ്റെ ഓപ്പണിംഗ് ഡയലോഗാണ്. കോൺവെർസേഷൻ തുടങ്ങുന്ന ആദ്യത്തെ സെൻറ്റൻസ്. അതുപോലെ തന്നെ എൻഡിങ്ങും.
അവസാനിക്കുന്നതും കൃത്യമായ രീതിയിൽ തന്നെ വേണം. അതും സാഹചര്യത്തിന് അനുസരിച്ച് തന്നെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ ഇല്ലേ? കൂട്ടുകാരെ, നിങ്ങൾ കോൺവെർസേഷൻ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ ഇല്ലേ? ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ ഒരു പോട്ട് റിച്ച് മാൻ്റെ വീട്ടിൽ പോയിട്ട് എന്തായി എന്നല്ലേ? കഥ എങ്ങും എത്തിയില്ലല്ലോ എന്ന്. നമുക്കിനി കഥയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? നൗ ക്യാൻ യു ടെൽ മീ വാട്ട് ഹാപ്പൻ ടു ദ തേർഡ് പോട്ട്? Was he very happy there? Yes, the third pot was very happy at rich man's home. The rich man filled water every day. But dear ones, do you know what happened one day? One day the pot broke from its top. Seeing this, the rich man was upset. വളരെ സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ റിച്ച് മാൻ പഴയ ഒരു പോട്ട് വാങ്ങി വന്നത് അല്ലേ? പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അതും പൊട്ടി. നൗ വാട്ട് വിൽ ദ റിച്ച് മാൻ ഡു? യെസ്, ഓഹ്, ഐ ബോട്ട് ദിസ് ഓൾഡ് പോട്ട് തിങ്കിങ് ഇറ്റ് വിൽ ബി മോർ സ്ട്രോങ് ദാൻ എ ന്യൂ വൺ. ബട്ട് നൗ ദിസ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. അപ്പോൾ ഉപയോഗശൂന്യമായ ഈ പോട്ട് റിച്ച് മാൻ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും അല്ലേ? യെസ്, ദ റിച്ച് മാൻ ടുക്ക് ദിസ് പോട്ട് ആൻഡ് കെപ്റ്റ് ഇറ്റ് ഓൺ ദ റോഡ് സൈഡ്. നൗ ദിസ് പോട്ട് വാസ് വെരി സാഡ്. ഇറ്റ് സ്റ്റാർട്ടഡ് വീപ്പിംഗ്. അല്ലാതെ ഇനി എന്ത് ചെയ്യാൻ അല്ലേ? സന്തോഷമായി വലിയ ഒരു വീട്ടിൽ ജീവിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ താൻ ഉപേക്ഷിക്കപ്പെട്ടു. After some days, the pot broke from the top. The rich man kept the pot away from his home. The pot was very sad. ഇത്രയും നാളില്ലാത്ത ചിന്തകളൊക്കെ ഈ പോട്ടിൻ്റെ മനസ്സിലേക്ക് വന്നു. തൻ്റെ കൂട്ടുകാരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ പോട്ടിൻ്റെ മനസ്സിലൂടെ പോയ ചിന്തകൾ? ലെറ്റ് us recollect. നമുക്ക് ഇതൊന്ന് എഴുതി നോക്കിയാലോ? തോട്ട്സ് ഓഫ് ദ തേർഡ് പോട്ട്. ആർ യു റെഡി മൈ ഡിയർ വൺസ്? മെനി തോട്ട്സ് ഫ്ലാഷ്ഡ് ത്രൂ ദ പോട്ട്സ് മൈൻഡ്. നൗ ഡിയർ വൺസ്, യുവർ ടാസ്ക് ഈസ് ടു റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ പോട്ട്. ആർ യു റെഡി മൈ ഡിയർ വൺസ്? വെൽ, thoughts are not new to you. You are familiar to write thoughts. നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇന്ന് ടീച്ചർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതൊക്കെ തോട്ട്സാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ എഴുതിയിട്ടുള്ളത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. യെസ്, വി റോട്ട് പിംഗ്ലാസ് തോട്ട്. എന്തായിരുന്നു പിംഗ്ലയുടെ തോട്ട്? അതെ, മഹാരാജാവ് കൊടുത്ത വിത്തുകളൊന്നും തന്നെ പിംഗളയ്ക്ക് പൊടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതേസമയം മറ്റു കുട്ടികളെല്ലാം തന്നെ മനോഹരമായ പൂച്ചട്ടികളുമായി രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ പിംഗളയ്ക്ക് വല്ലാത്ത വിഷമമായി. അപ്പോൾ പല ചിന്തകളും പിംഗളയുടെ മനസ്സിലൂടെ കടന്നുപോയി. ശരിയല്ലേ കൂട്ടുകാരെ? നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ ഒരു തോട്ട് നിങ്ങൾ എഴുതി അല്ലേ? അതുപോലെ തന്നെ വേറെയും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ തോട്ട്സ് എഴുതിയല്ലോ. അതേതാണ്? ഒന്ന് ഓർത്തു നോക്കിക്കേ. നൗ ഡു യു റിമെമ്പർ ഇവാൻ? ഇവാൻ ഹു വാസ് ലെഫ്റ്റ് എലോൺ ഇൻ എ ബോട്ട് ബൈ ഹിസ് മാസ്റ്റർ. കണ്ണ് തുറക്കുമ്പോൾ ഇവാൻ കാണുന്നത് എന്താണ്? ഒറ്റയ്ക്ക് കടലിൽ അകപ്പെട്ടിരിക്കുന്നു അല്ലേ? ചുറ്റിലും വെള്ളം മാത്രം. അപ്പോഴും ഇവാൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ഭയം, എന്ത് ചെയ്യുമെന്നുള്ള ഭയം. വൈൽ റൈറ്റിംഗ് തോട്ട്സ് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ദ മൂഡ് ഓഫ് ദ ക്യാരക്ടർ. ആ ചിന്തകൾ ആരുടെ മനസ്സിലൂടെയാണോ കടന്നു പോകുന്നത് അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കണം തോട്ട് എഴുതേണ്ടത് അല്ലേ? ഇവിടെ
പോട്ടിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്ത് തരം ചിന്തകളാണ്? സങ്കടമാണ് അല്ലേ? അപ്പോൾ താൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചും തനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെക്കുറിച്ചും ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഈ പോട്ടിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. ശരിയല്ലേ കൂട്ടുകാരെ? ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് പോട്ടിൻ്റെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പോട്ടിൻ്റെ തോട്ട്സ് എന്തൊക്കെയാവുമെന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഹിയർ ദ പോട്ട് ഫീൽസ് ഗിൽറ്റി ഓൺ ലീവിങ് ഹിസ് ഫ്രണ്ട്സ് ബാക്ക് ആൻഡ് ഓൾസോ complaining about the pot maker's house. This pot thought living in a rich house will make him happy, but now he realized that love is better than anything else. Now dear ones, try to write the thoughts of the pot and send it to your teacher, and don't forget to be ready with your task while we meet in the next session. Now, what happened to the broken pot? Will it go back to the pot maker, or will it be there till its end? എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ഈ പൊട്ടിയ പോട്ടിന്? അതിനി പോട്ട് മേക്കറിൻ്റെ വീട് അന്വേഷിച്ച് പോയിട്ടുണ്ടാവുമോ? കൂട്ടുകാരെ കാണാനുള്ള ആഗ്രഹത്തിൽ അങ്ങോട്ട് തന്നെ പോയോ? അറിയില്ല അല്ലേ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്തായി എന്നറിയാൻ? യെസ്, ഫോർ ദാറ്റ് യു ഹാവ് ടു ബി സ്റ്റേ ട്യൂൺ ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്. വിൽ ബി ബാക്ക് വിത്ത് ദ സ്റ്റോറി ഇൻ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, take care, stay safe at home, regularly wear mask and wash your hands frequently. So friends, goodbye, take care.